അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഐഹിക ലോക ജീവിതം ഒരു പരീക്ഷണമാണ്. സൂറത്ത് മുൽക്കിൽ അള്ളാഹു പറയുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപശാലിയും പൊറുക്കുന്നവനുമാണ്. ഇതിൽ നിന്നും ഐഹിക ലോക ജീവിതം എന്നത് ഒരു പരീക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ ലോകത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ തന്നെ പറയുന്നു, വലയബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇം മിനൽ ഖൗഫി, ഭയം കൊണ്ട്, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും കായികനിങ്ങളുടെയും നഷ്ടം കൊണ്ടും. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഈ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് ശൈത്താൻ, അതായത് പിശാച്. മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ് പിശാച്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, തീർച്ചയായും പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, അവനെ നിങ്ങൾ ശത്രുവായി കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, തീർച്ചയായും അവൻ അവൻ്റെ പക്ഷത്തിലേക്ക് ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, നരകക്കാരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിശാചിനെ നമ്മുടെ ശത്രുവായി കാണണം. ഒരു ശത്രുവിനെതിരെ നമ്മൾ എത്രത്തോളം ജാഗ്രത കൈക്കൊള്ളുന്നുവോ ആ ഒരു ജാഗ്രതയോട് കൂടി വേണം പിശാചിനെ നമ്മൾ കാണാൻ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ആരെങ്കിലും പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്നാൽ ഫഇന്നഹു യഅ്മുറു, തീർച്ചയായും അവൻ കൽപ്പിക്കുന്നത് ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തിയും ദുരാചാരവുമാണ്. പിശാച് നമ്മളെ നീചവൃത്തിയിലേക്കും ദുരാചാരങ്ങളിലേക്കുമാണ് നയിക്കുന്നത്. അതുകൊണ്ട് അവനെ ജാഗ്രതയോടുകൂടി കാണണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ സാരം. പിശാചിൽ നിന്നും രക്ഷ തേടുന്നതിന് ആരാണ് പിശാചെന്നും എന്താണ് അവൻ്റെ പ്രവർത്തനങ്ങളെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജിന്ന് വർഗത്തിൽ പെട്ടവനാണ് പിശാച്. സൂറത്തു ബഖറയിൽ നമുക്ക് കാണാം, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്ന്, മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭം. അപ്പോൾ അവർ അദ്ദേഹത്തിന് സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്ന്, അവൻ ജിന്ന് വർഗത്തിൽ പെട്ടവനാണ്. ഇബ്ലീസ് വിട്ടുനിന്നതിൻ്റെ കാരണം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് കാണാം. ഖാല മാ മനാക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ മനാക, എന്താണ് നിന്നെ തടയുന്നത്, അല്ലാ തസ്ജുദ, സുജൂദ് ചെയ്യുന്നതിൽ നിന്ന്, ഇത് അമർതുക, നിന്നോട് കൽപ്പിച്ചത് പ്രകാരം. ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ, ഖാല, ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറും മിൻഹു, ഞാനാണ്
അവനേക്കാൾ ഉത്തമൻ. ഖലഖ്തനി മിൻ നാർ, എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ്തഹു മിൻ തീൻ, അദ്ദേഹത്തെ അതായത് ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ്. അപ്പോൾ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നുള്ള ദുർന്യായമാണ് പിശാച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാരണം കൊണ്ട് തന്നെ ഇബ്ലീസിനോട് പുറത്തു പോകാൻ പറഞ്ഞു. പിന്നീട് നാം കാണുന്നത് ഇബ്ലീസ് ആദമിൻ്റെയും ഹവ്വയുടെയും അടുത്ത് വന്ന് അള്ളാഹു വിലക്കിയിട്ടുള്ള ആ മരത്തിൻ്റെ കായ്കനികൾ തിന്നുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ അവർ ആ കനി കഴിക്കുകയും അവരെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുകയും ചെയ്തു. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ. വഖുൽനാ യാ ആദം, ആദമിനോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. വകുലാ മിൻഹാ റഗദൻ, അവിടെ നിന്ന് നീ കഴിച്ചുകൊള്ളുക. ഹൈസു ശിഅ്തുമാ, നീ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കഴിച്ചുകൊള്ളുക. വലാ തഖ്റബ ഹാദിഹി ഷജറ, ആ മരത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്രമകാരികളിൽ പെട്ടുപോകും. ഫഅസല്ലഹുമ അശ്ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി വഖുൽനാ ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദുവ്വ് വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചതിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകും, നിങ്ങളിൽ ചിലർ ശത്രുക്കളാകും. അങ്ങനെ ആദമിനെയും ഹവ്വാനെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ഖാല, ഇബ്ലീസ് പറഞ്ഞു, ഫബിമാ അഗ്വൈതനി, എന്നെ വഴി പിഴപ്പിച്ചത് കാരണം, ലഅഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവരെ വഴി പിഴപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും. തുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. പിന്നെ അവരുടെ മുൻഭാഗത്തുകൂടെയും പിന്നിലൂടെയും വലതുവശത്തൂടെയും ഇടതുവശത്തുകൂടെയും ഞാൻ പ്രവേശിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധിക ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ തുടർച്ചയായി പിശാച് പറയുന്നതായി കാണാം. ഖാല ഫബിഇസ്സതിക ലഉവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദുക മിൻഹുമുൽ മുഖ്ലസീൻ. പിശാച് പറയുന്നു, ഫബിഇസ്സതിക, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഉവിയന്നഹും അജ്മഈൻ, അവരെ മുഴുവനായി ഞാൻ വഴിതെറ്റിക്കും. ഇല്ലാ ഇബാദുക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കരായ അടിമകളെ ഒഴിച്ച്. പിശാച് പല രീതിയിലും മനുഷ്യനെ വഴിതെറ്റിക്കും. ആ വഴിതെറ്റുന്നതിൽ നിന്നും ഒഴിവാവുന്നത് അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ അടിമകളാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് സന്മാർഗത്തിലൂടെ ജീവിക്കുന്ന സത്യവിശ്വാസികളെ അവന് വഴിപിഴപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. പിശാചിൻ്റെ ഷെറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.